EV-യോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു AC-യോ ആഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് ബില്ല് ഡെഫിനറ്റ്ലി കൂടത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 5000 റേഞ്ചൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ എത്ര കിലോ വാട്ടിൻ്റെ സോളാർ വെക്കണം? ഇപ്പോൾ നമ്മൾ ഒരു ജനറൽ തമ്പ് റൂൾ വെച്ചിട്ട് 6000 വരെയുള്ള കറണ്ട് ബില്ല്, 2000 to 6000 വരെയുള്ള കറണ്ട് ബില്ലിന് 3 കിലോ വാട്ടും, 6000 to 10,000 കറണ്ട് ബില്ലാണെന്നുണ്ടെങ്കിൽ 5 കിലോ വാട്ടുമാണ് ചെയ്യേണ്ടത്. ഇതൊരു ജനറൽ തമ്പ് റൂളാണ്. ഈ തമ്പ് റൂൾ വെച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ചിലപ്പോൾ ഇതിന് ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ ഒരു 7000 അല്ലെങ്കിൽ ഒരു 4000 അങ്ങനെയൊക്കെ കറണ്ട് ബില്ല് വരുന്നവരൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ കറണ്ട് ബില്ലിലെ കൺസംഷൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 3 കിലോ വാട്ട്, ഇപ്പോൾ എനിക്ക് ഇത്ര രീതിയിലുള്ള കൺസംഷനേ ഉള്ളൂ, 3 കിലോ വാട്ട് വെച്ചാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറും കൂടെ കൺസിഡർ ചെയ്യുക. ഫ്യൂച്ചറിൽ നിങ്ങളൊരു EV-യോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു AC-യോ ആഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് ബില്ല് ഡെഫിനറ്റ്ലി കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഈ കറണ്ട് കൺസംഷനെ കൂടെ ടാലി ആക്കുന്ന രീതിയിലുള്ള പവർ ഇപ്പോഴേ തന്നെ ഫ്യൂച്ചറിലേക്ക് കൂടെ കരുതി ഇപ്പോഴേ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം. Energy Fox.